ഈ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്ന് കരുതി ഇടത് സർക്കാർ മാറ്റിവെച്ചൊരു തീരുമാനമായിരുന്നു വൈദ്യുതി ചാർജിലെ വർധന. അതെന്തായാലും സാധാരണക്കാർക്ക് ഇരട്ടയാണ്ടിയായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. യൂണിറ്റിന് 16 പൈസയാണ് കൂടിയിരിക്കുന്നത്. വലിയ വിമർശനമുണ്ട്. അതിൽ KSEB ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് നിരക്ക് വർധനയെ കുറിച്ച്. താങ്കൾ ഇത് പൊതുവെ നോക്കിക്കണ്ടപ്പോൾ എങ്ങനെയാണ്, എന്താണ് മനസ്സിലായത്? സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിന്റെ പ്രത്യാഘാതം സമസ്ത മേഖലയെ ബാധിക്കുന്നതാണ്. നമുക്കറിയാം, നമുക്ക് ഇരുട്ടുള്ള ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എല്ലാ മേഖലയും, അത് തൊഴിൽ മേഖലയാണെങ്കിലും പബ്ലിക് സെക്ടറായിട്ടുള്ള മേഖലകളെ ആണെങ്കിലും, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളെ ആണെങ്കിലും, ഹോട്ടലുകളെ ആണെങ്കിലും, എല്ലാ മേഖലയും സമസ്ത മേഖലയെ ബാധിക്കുന്നതാണ്. പക്ഷേ KSEBയുടെ ഇപ്പോഴത്തെ ഒരു ന്യായം, അല്ലെങ്കിൽ സർക്കാർ പറയുന്ന ന്യായം, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശ കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സാങ്കേതികമായ ഒരു ഉത്തരമാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ പ്രതിഷേധിക്കാത്ത ഏക രാഷ്ട്രീയ പാർട്ടി CPM മാത്രമാണ്. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായി ഇതിനെ പ്രതിഷേധിച്ചു. പക്ഷേ എങ്കിലും മുൻപ് കഴിഞ്ഞ ഇതിലേക്ക് സംഗതികൾ എത്തിച്ചേർന്ന ഇതിനു മുമ്പ് ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് ഉണ്ടായ ഒരു പ്രക്ഷോഭത്തിൻ്റെതായ യാതൊരുവിധ അലയൊലികളും ഇത്തവണ ഈ വർധനവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച്, ഇലക്ട്രിസിറ്റി ബോർഡിൽ വൈദ്യുതി മന്ത്രിക്കോ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാനോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല. ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഏറ്റവും പ്രബലമായ, ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനിസം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ അതിപ്രസരം, ട്രേഡ് യൂണിയന്റെ പിടി ഒതുങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് KSEB. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഡോക്ടർ ബി അശോക് KSEBയുടെ ചെയർമാൻ ആയിരുന്ന സമയത്ത് അയാൾ അവിടെ വളരെ ഗുണകരമായ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരികയും, ഒരു പക്ഷേ ഇന്ന് ഈ ചാർജ് വർധനവിന് കൂട്ടുനിന്ന മന്ത്രി തന്നെ അയാൾക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്തെങ്കിലും അയാളെ അവിടുന്ന് വളരെ നാണം കെട്ടാണ് അയാൾ അവിടുന്ന് പടിയിറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായത്. ഇതാണ് KSEBയുടെ മൊത്തത്തിലുള്ള ഈ ഒരു സംഗതി നോക്കിയാൽ തന്നെ നമുക്ക് KSEBയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിന്റെ ട്രഷറിയിലോട്ട് പണം നിക്ഷേപിച്ചു കൊണ്ടിരുന്നത് KSRTC ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഹൈസ്കൂൾ അധ്യാപകർക്കോ LD ക്ലർക്കിനോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കോ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത് KSRTC ആയിരുന്നു. ഇപ്പൊ നമുക്ക് KSRTCയുടെ അവസ്ഥ അറിയാം. KSRTCയുടെ അവസ്ഥയിലായിട്ടാണ് ഇപ്പൊ KSEBയും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരള ഇലക്ട്രിസിറ്റി ബോർഡിലെ ശമ്പളം നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ഒരു പിയൂൺ മേടിക്കുന്ന ശമ്പളം, അല്ലെങ്കിൽ ഒരു ലൈൻമാൻ മേടിക്കുന്ന ശമ്പളം, ഒരു ഡ്രൈവർ മേടിക്കുന്ന ശമ്പളം, അതുപോലെ തന്നെ ഇതിനകത്ത് പ്രൊമോഷൻ വഴി 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാരായിട്ട് വരെ ഉയർന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇല്ല എന്ന് പറയാം. മന്ത്രി കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, കൃഷ്ണൻകുട്ടിക്ക് ഉള്ള ഒരു പ്രധാന ഒരു ഇത്തരം കാര്യത്തിൽ എതിർക്കാനോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ KSEB ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ട്രേഡ് യൂണിയൻ ആണെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി നിൽക്കാനോ മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ വേറൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. കാരണം മന്ത്രിയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാണ്. KSEBയെ നിയന്ത്രിക്കേണ്ട മന്ത്രി തന്നെ കർണാടകത്തിലെ BJPയോടൊപ്പം ജനതാദളിന്റെ പ്രതിനിധിയായിട്ടാണ് മന്ത്രി ഈ ക്യാബിനറ്റിൽ വന്നിരിക്കുന്നത്. ജനതാദൾ ദേശീയ തലത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിലും അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതിനകത്ത്. കാരണം ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി BJPയോടൊപ്പം പോയി. ഇവിടുത്തെ 2 MLA-മാര് അതിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നു. അപ്പൊ ഒരിക്കലും ഒരു ആർജവത്തോടെ, അല്ലെങ്കിൽ ശക്തമായി ക്യാബിനറ്റിൽ നിന്നുകൊണ്ട് ഒരു ശക്തമായ ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ രേഖപ്പെടുത്താനുള്ള സംഘടനാപരമായ ശേഷിയോ ആർജവമോ കാണിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ തന്നെ അവസ്ഥ. അപ്പം അതിന് ഇതുപോലെ നിരവധി കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ യൂണിറ്റിന് 16 പൈസ മാത്രമേ വർധനമുള്ളൂ എന്നാണ്. പക്ഷേ യൂണിറ്റിന് 16 പൈസ വർദ്ധിക്കുമ്പോൾ ഒരു ശരാശരി ഗാർഹിക ഉപഭോക്താവിന് എത്ര രൂപയുടെ ബാധ്യതയുണ്ടാവും? അല്ലെങ്കിൽ ഒരു മില്ല് പ്രവർത്തിപ്പിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ മറ്റു വ്യവസായ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്ന ആൾക്ക്, നമ്മൾ പറയും കേരളത്തിൽ വ്യവസായങ്ങളെ മാടി വിളിക്കാൻ വേണ്ടി ഒരുപാട് സമ്മേളനങ്ങൾ നമ്മൾ നടത്തും. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ വ്യവസായങ്ങൾ വരുന്നില്ല?
കേരളത്തിൽ എന്ത് നിക്ഷേപ സംഗമങ്ങൾ നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെങ്കിലും എന്തുകൊണ്ട് നിക്ഷേപിക്കാൻ കേരളത്തിലേക്ക് ആളുകൾ വരുന്നില്ല? എന്താന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള തീരുമാനമാണ്. തമിഴ്നാടായാലും ആന്ധ്രാപ്രദേശ് ആയാലും കർണാടകയായാലും ഏറ്റവും കൂടുതൽ വൈദ്യുതി നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന സംസ്ഥാനം നമ്മളാണ്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെക്കാട്ടിൽ താഴ്ന്ന വിലയ്ക്ക് വൈദ്യുതി തരാൻ കമ്പനികൾ ഉണ്ടായിരിക്കെ, ബദൽ സംവിധാനം ഉണ്ടായിരിക്കെ, ഉയർന്ന വിലയ്ക്ക് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ബോർഡിനെ നിയന്ത്രിക്കുന്ന അതിന്റെ രാഷ്ട്രീയ യജമാനന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംഗതികളുമായി മുന്നോട്ട് പോകുമ്പോൾ KSEBക്ക് വൈദ്യുതി ചാർജ് വർധന വരുത്തിയാൽ പോലും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ സിസ്റ്റത്തിന്റെ പോക്ക് തന്നെ വളരെ മോശപ്പെട്ട നിലയിലാണ്. ഒരു നല്ല IAS-കാരനെയോ അല്ലെങ്കിൽ നല്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെയോ KSEBയുടെ ചെയർമാൻ ആക്കിയാൽ ഇവരെല്ലാവരും കൂടി അദ്ദേഹത്തെ അവിടുന്ന് പുകച്ചു പുറത്തിയടിക്കും. ഇതാണ് ഇതിനകത്തുള്ള പ്രധാനമായ ഒരു വസ്തുത. എന്നുവെച്ചാൽ ഇനി ഈ പ്രതിസന്ധി ഒഴിയാൻ പോകുന്നില്ല സാധാരണക്കാർക്ക്. KSEBയും പ്രതിസന്ധിയിലാണ്. എന്നുവെച്ചാൽ അടുത്ത വർഷവും നിരക്ക് വർധന ഉണ്ടാകും എന്ന് ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്. അത് മുൻകൂട്ടി പറയുക എന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വൈദ്യുതി പദ്ധതികൾ വരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് പുതിയ വൈദ്യുതി പദ്ധതികൾ, വർഷങ്ങളായി വൈദ്യുതി പദ്ധതികൾ എഴിഞ്ഞു നീങ്ങുകയാണ്, എന്തുകൊണ്ട് വൈദ്യുതി പദ്ധതികൾ വരുന്നില്ല? ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് കേരള സംസ്ഥാനത്തിന് വൈദ്യുതി മറ്റ് കമ്പനികളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വാങ്ങുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ, അതുപോലെ തന്നെ ഇതിനകത്തിലെ ട്രേഡ് യൂണിയനുകളുടെ കൊള്ള, പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞ് KSEB എല്ലാ മന്ത്രിമാരും KSEBയുടെ വകുപ്പ് ഭരിച്ചിരുന്ന എല്ലാ മന്ത്രിമാരും എല്ലാ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ പറയുന്ന സ്ഥിരമായ ഒരു വാക്കാണ് പ്രസരണ നഷ്ടം. എന്താണ് ഈ പ്രസരണ നഷ്ടം? ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ഈ സംഗതികൾ, ഈ രാഷ്ട്രീയക്കാർ കട്ടുമുടിക്കുന്നതും ട്രേഡ് യൂണിയൻകാരെ കട്ടുമുടിക്കുന്നതും ഇതെല്ലാവരും കൂടെ ചേർന്നുള്ള ഇതിനെയാണ് ഈ പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. അല്ല, ഇവിടെ പ്രസരണ നഷ്ടമൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. പിന്നെ KSEBയെ സംബന്ധിച്ച് പറയാം, KSEBയിലെ കുറച്ചെങ്കിലും ഈ വൈദ്യുതി വകുപ്പിന് പുറത്തോ അല്ലെങ്കിൽ ബോർഡിന് പുറത്തോ കുറച്ചെങ്കിലും നിയന്ത്രണം ഉണ്ടായിരുന്നത് R ബാലകൃഷ്ണപിള്ള, ആര്യാടൻ മുഹമ്മദ്, MM മണി. ഇപ്പൊ നമ്മൾ മണിയാശാനെ പല കാര്യത്തിൽ കുറ്റപ്പെടുത്തുമെങ്കിലും ഇവർക്കൊക്കെ കുറച്ചുകൂടി വൈദ്യുതി വകുപ്പിന് പുറത്ത്, കാരണം ഊർജ്ജ മന്ത്രി എന്നാണല്ലോ പറയുന്നത്, അല്ല വൈദ്യുതി KSEBയുടെ മന്ത്രി എന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ ഈ വകുപ്പിന്റെ പുറത്ത് കുറച്ച് നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മന്ത്രിക്ക് ഈ വകുപ്പിന്റെ പുറത്ത് യാതൊരു നിയന്ത്രണവും ഇല്ല. കാരണം CPM എന്നല്ല, അവിടുത്തെ ട്രേഡ് യൂണിയൻ, അത് ഏത് ട്രേഡ് യൂണിയനാണ് അതിലും, അത് അവിടെ CITU മാത്രമല്ല, CITU INTUC എല്ലാം ഉണ്ട്, അവരെല്ലാം ഇതിനകത്ത് പങ്കുള്ളവരാണ്. ഈ ട്രേഡ് യൂണിയനുകളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ മൗനവ്രതത്തിൽ ഇരിക്കുന്ന ആളാണ് ഈ മന്ത്രി കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തെ കൊണ്ട് ഇതിനകത്ത് ഒന്നുമേ നടക്കത്തില്ല. അദ്ദേഹം ഒന്നത് വൃദ്ധനാണ്, വളരെ പ്രായമായി. പിന്നെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം ഓടി നടക്കുകയാണ്. പിന്നെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി BJPയിൽ പോയതുമായി ബന്ധപ്പെട്ട അലയൊലികൾ AKG സെന്ററിൽ പുള്ളി പോയി മിണ്ടാതെ LDF യോഗത്തിന് പോയി ഇരിക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ, ക്യാബിനറ്റിൽ വന്നാൽ അവിടെ മൗനവ്രതത്തിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഈ ക്യാബിനറ്റ് ഡിസിഷൻസിന് അതിനൊന്നും ഒരു പങ്കുമില്ല. KSEBയുടെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമാണ് എന്നുള്ള ഒരു വലിയ കണ്ടുപിടുത്തമാണ് KSEB പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന എത്ര പേര് കേരളത്തിലുണ്ട്? അത് സത്യത്തിൽ KSEB കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ 40 യൂണിറ്റ് എന്നുള്ളതിനെ ആ ഒരു സെൻസിലെടുക്കാൻ പോലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നില്ല. 40 യൂണിറ്റ് സൗജന്യം എന്ന് പറയുമ്പോൾ ഈ 40 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ ആരും തന്നെ ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.